എലയോസ് എന്ന പേരിൽ കരുണയുടെ അസാധാരണ വിശുദ്ധ വർഷത്തിൽ ഷാലോം ടെലിവിഷൻ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് പാമ്പ്ലാനി അച്ഛനും ഡോക്ടർ ചാക്കോ കേളംപറമ്പിലുമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് പാമ്പ്ലാനി അച്ഛൻ തലശ്ശേരി അതിരൂപത അംഗം, തലശ്ശേരി അതിരൂപതയുടെ ദൈവശാസ്ത്ര പഠന കേന്ദ്രമായ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, CBCIയുടെ ദൈവശാസ്ത്ര മിഷൻ്റെ സെക്രട്ടറി, ബൈബിളിൽ ഡോക്ടറേറ്റുള്ള അച്ഛൻ, അറിയപ്പെടുന്ന ബൈബിൾ പണ്ഡിതനും വാഗ്മിയും ധ്യാനഗുരുവുമാണ്. ബഹുമാനപ്പെട്ട ചാക്കോ സാർ കഴിഞ്ഞ 29 വർഷമായി കോഴിക്കോട് ദേവഗിരി സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ഫിസിക്സ് അധ്യാപകനാണ്. അതോടൊപ്പം താമരശ്ശേരി രൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയാണ്. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനറാണ്. കേരള കാത്തലിക് കൗൺസിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. മലയോര വികസന സമിതിയുടെ ചെയർമാനാണ്. അതോടൊപ്പം മറ്റ് പല സാമൂഹ്യ ആത്മീയ ശുശ്രൂഷ മേഖലകളിലും സേവനം ചെയ്യുന്നു. രണ്ടുപേരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നീതിയും കരുണയും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ, ഇതിപ്പോൾ ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി പറഞ്ഞ് എല്ലാം കരുണയ്ക്കുള്ളിൽ തീരും, അതുകൊണ്ട് ഒന്നും സാരമില്ല എന്ന ഒരു നിലപാടിലേക്ക് ഒത്തിരി പേര് മാറിയോ എന്നൊരു സംശയം. പഴയ നിയമത്തിലെ ദൈവമായിരുന്നു ശിക്ഷിക്കുന്ന ദൈവം, പുതിയ നിയമത്തിലെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്, കരുണയുള്ള ദൈവമാണെന്നൊക്കെ പലരും എഴുതുന്നതും പറയുന്നതുമൊക്കെ കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം മാറിയോ? ദൈവത്തിൻ്റെ സ്വഭാവം മാറിയിട്ടില്ലല്ലോ. ദൈവം അന്ന് ഇന്ന് ഒന്നാന്നല്ലേ പറയുന്നത്. അപ്പം മനുഷ്യനതിനെ മനസ്സിലാക്കുന്നതിലായിരിക്കാം വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ദൈവം കരുണയുള്ളവനാണ്, മറുവശത്ത് ദൈവം നീതിയുടെ ദൈവം കൂടിയാണ്. ഇത് രണ്ടും കൂടി മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് അബദ്ധം പറ്റും. എല്ലാം കരുണയാണെന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി ഒരിക്കലും ചിന്തിക്കാത്തൊരവസ്ഥ വന്നാൽ നമ്മളൊക്കെ വലിയ പാപത്തിൽപ്പെട്ടും വിശ്വാസം ക്ഷയിച്ച് ദൈവങ്ങളുടെ ആത്മാവ് പോലും നശിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും നീതിയും ദൈവത്തിൻ്റെ രണ്ട് സ്വഭാവങ്ങളാണെന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തത്, നമ്മൾ മനുഷ്യബന്ധത്തിൽ കാരുണ്യത്തിൻ്റെയും നീതിയുടെയും പ്രസക്തിയാണ്. ഒരു വശത്ത് നീതി ചെയ്യുന്നു, മറുവശത്ത് നീതിക്ക് അപ്പുറത്തേക്ക് കടന്ന് കാരുണ്യം കാണിക്കുന്നു, മൂന്നാമതൊരു വശത്ത് നീതി പോലും നിഷേധിക്കപ്പെടുന്നു. ഇതാണ് നമ്മളുടെ അനുഭവം. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ആദ്യം ഈ ദൈവം നീതിമാനും കാരുണ്യവാനുമാണ് എന്ന സത്യത്തെ അച്ഛനൊന്ന് വിശദീകരിക്കുമോ? ബൈബിളിൽ ദൈവം നീതിമാനും കാരുണ്യവാനും സ്നേഹനിധിയും ക്ഷമാശീലനും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണ്, ഇങ്ങനെയൊക്കെയാണ് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. വാസ്തവത്തിൽ ദൈവം അതാണ്, ദൈവം കാരുണ്യമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഈ കാരുണ്യം എന്ന് പറയുന്നത് ഒരു ചീപ്പായ അല്ല വില കുറഞ്ഞൊരു കാരുണ്യമല്ല ദൈവത്തിൽ. നമ്മൾ കാരുണ്യം എന്ന് പറയുമ്പോൾ എന്താ, ഏത് തോന്നിവാസവും അനുവദിക്കുന്ന, എന്തു ചെയ്താലും ഒരു പ്രശ്നമില്ലാത്ത, പിള്ളേർ ക്ലാസ്സിൽ കയറി കൂവുകയും ബെഞ്ചും ഡെസ്കും മറിച്ചിട്ടാലും ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു സാറ്, അതാണ് നമ്മളുടെ ദൈവസങ്കല്പത്തിലെ കാരുണ്യമെങ്കിൽ ദൈവം അത്തരത്തിൽ വില കുറഞ്ഞ കാരുണ്യത്തിൻ്റെ വക്താവല്ല. കാരുണ്യമാകുന്നത് നീതിയെ ശരിയായ അർത്ഥത്തിൽ മുറുകെ പിടിക്കുമ്പോൾ തന്നെ ഉള്ളൂ. ഒരുവൻ്റെ തെറ്റവനെ ബോധ്യപ്പെടുത്തി നീ ഇന്ന ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് അവനോട് കാരുണ്യം കാണിച്ചാലേ അത് കാരുണ്യമാവുള്ളൂ. നീ ചെയ്തത് തെറ്റുപോലുമല്ല എന്ന സന്ദേശമാണ് ആ കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ അത് കാരുണ്യം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ.
അതുകൊണ്ട് ദൈവത്തിൽ കാരുണ്യവും നീതിയും രണ്ട് വശങ്ങളല്ല, രണ്ട് അവസ്ഥകളുമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പൂർണ്ണത വാസ്തവത്തിൽ നീതിയും കാരുണ്യവും ഒന്നുചേരുന്നത് തന്നെ. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും ഈ യാഥാർത്ഥ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. പഴയ നിയമത്തിലെ ദൈവം ശിക്ഷിക്കുന്നതും പുതിയ നിയമത്തിലെ കരുണയുള്ള ദൈവമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പഴയ നിയമത്തിൽ ദൈവം ആദ്യം വെളിപ്പെടുത്തിയത് തന്നെ കരുണയായിട്ടാണ്. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോഴാണ് താൻ ആരാന്ന് ആദ്യം വെളിപ്പെടുത്തുന്നത്. ഞാൻ യാഹ്വേയാണ് എന്ന് ദൈവം പറഞ്ഞിട്ട് അടുത്ത വാചകം എന്താ? എൻ്റെ ജനത്തിൻ്റെ സങ്കടം ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. ഈജിപ്തിൽ നിന്ന് അവർ അനുഭവിക്കുന്ന വേദനകളെ കാണുന്ന, കേൾക്കുന്ന, അതിൽ കരളലിയുന്നൊരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞാണ് ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ ആമുഖം കുറിപ്പാടിൽ ഇഷ്ടംപോലെ കരുണയുടെ ഉദാഹരണങ്ങളുണ്ട്. ശിക്ഷ എന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. ശിക്ഷ എന്ന് പറയുന്നത് ദൈവം ശിക്ഷിക്കുന്നു എന്നുള്ളതല്ല ശിക്ഷ. മറിച്ച് ശിക്ഷ ഒരു തിന്മയിൽ അതിൻ്റെ തന്നെ തിരിച്ചടി അടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ മേശയ്ക്കിട്ട് ആഞ്ഞ് കൈ കൊണ്ടിടിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ കൈത്തണ്ട കൊണ്ട് ഈ വക്കയിൽ ആഞ്ഞടിച്ചാൽ ചിലപ്പോൾ എൻ്റെ കൈ ഒടിയും. അത് ഞാൻ ഇതിൽ അടിച്ച വകയെ ദൈവം എന്നെ ശിക്ഷിച്ചതല്ല, എൻ്റെ പ്രവൃത്തിയിൽ അത് ഉൾച്ചേർന്നിട്ടുണ്ട്. ഉപ്പ് തിന്നവന് പരവേശം ഉണ്ടാകുന്ന പോലെ, ആസിഡ് കുടിച്ചാൽ പൊള്ളുന്ന പോലെ, വിഷം കുടിച്ചാൽ മരിക്കും എന്ന് പറയുന്നത് പോലെ ആ ബൈബിളിൻ്റെ ഒരു ആഴമുള്ള ചിന്തയാണ്. ഒരുപക്ഷെ നമ്മൾ കാണാതെ പോയിട്ടുള്ളൊരു ചിന്തയാണ് പലപ്പോഴും. അതായത് തിന്മയുടെ തിരിച്ചടി തിന്മയിൽ തന്നെ ഉണ്ട്. അതാരെല്ലാം ഈ തിന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നുവോ അവരെയെല്ലാം കാത്തിരിക്കുന്നത് ദുരന്തവും നാശവും ആണ്. എന്നാൽ ദൈവമായ കർത്താവ് തൻ്റെ കരുണയാൽ ചെയ്യുന്നത് എന്താണ്? ഈ പാപത്തിൻ്റെ വിനാശത്തിൽ ഇവൻ സമ്പൂർണമായി നശിക്കാതിരിക്കാൻ ദൈവം കരുണയോടെ തൻ്റെ പുത്രനെ അയച്ചു തരുന്നു. പിശാചിൻ്റെ പക്ഷം ചേർന്ന് പാപം ചെയ്യുമ്പോൾ നാം സ്വയം ശിക്ഷാവിധിക്ക് അർഹരാണ്. ദൈവം ശിക്ഷിക്കേണ്ട പാപിയെ, പാപി അതിൽ തന്നെ ശിക്ഷയിലാണ്. അവനെ ദൈവമായ കർത്താവ് തൻ്റെ പുത്രൻ്റെ കൃപയിലൂടെ, കാരുണ്യത്തിലൂടെ വീണ്ടും രക്ഷിച്ചു. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ദൈവശാസ്ത്രം ഒരുതരം നാടകങ്ങളിയായിപ്പോൾ ദൈവം തന്നെ ശിക്ഷിക്കുന്നു, ദൈവം തന്നെ രക്ഷിക്കുന്നു, എല്ലാം ദൈവം നടത്തുന്ന ഒരു കലാപരിപാടി പോലെ വരും. അല്ല, ദൈവം എപ്പോഴും കാരുണ്യമാണ്. പക്ഷേ ദൈവത്തിന് മനസ്സിലാക്കുന്നതിലാണ് നമ്മൾ വ്യത്യാസം കാണേണ്ടത്. എന്താണ് നീതി എന്ന് ചോദിച്ചാൽ, ഇവനായിരിക്കുന്ന ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ താൻ സർവ്വതും നഷ്ടപ്പെട്ട അവസ്ഥയിൽ എത്തിപ്പെട്ടു എന്ന തിരിച്ചറിവാണ് അവൻ്റെ തിന്മയ്ക്കുള്ള നീതിപൂർവമായ അനുഭവം. അതിനെ ശിക്ഷ എന്ന് വിളിക്കാം. പിതാവ് ശിക്ഷിച്ചതല്ല, ദൈവം ശിക്ഷിച്ചതല്ല, അവൻ്റെ പ്രവൃത്തി അവനെ കൊണ്ടുചെന്നെത്തിച്ചത് പന്നിക്കുഴി. പാപിയെ എത്തിപ്പെടുന്ന പന്നിക്കുഴിയുടെ ഭീകരാവസ്ഥ അവനെ ബോധ്യപ്പെടുത്തുന്നതിലാണ് ദൈവത്തിൻ്റെ നീതി. അവൻ തിരികെ നടക്കാൻ, ദൈവവഴിയിലേക്ക് നടക്കാൻ തീരുമാനിക്കുമ്പോൾ അവൻ താൻ പുത്രനാണെന്ന തിരിച്ചറിവ് കിട്ടുന്നു. അവൻ ദൈവവും താനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന സത്യം അവൻ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാരുണ്യവും നീതിയെയും ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുക്കുന്ന ഒരു പുതിയ ഉൾക്കാഴ്ച നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അത് വളരെ ആഴമുള്ള ഒരു ഉൾക്കാഴ്ചയാണ് പരിശുദ്ധ പിതാവ് നൽകുന്നത്. പക്ഷെ ഏതായാലും നമ്മൾ തെറ്റ് ചെയ്താലും അതിനൊരു ശിക്ഷാവിധി ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ടല്ലോ. തീർച്ചയായും അതിനെപ്പറ്റി നമ്മൾ ശരിക്കും ബോധ്യമുള്ളവരായിരിക്കണ്ടേ. അതും മാർപ്പാപ്പ അഡ്രസ്സ് ചെയ്യുന്നൊരു വിഷയമാണ്. എന്താണ് നരകം? ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ എങ്ങനെ നരകത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും? കരുണാമയനായ നരകമില്ല എന്ന് പോലും വാദിക്കുന്നവരുണ്ട്. കാരുണ്യത്തിൻ്റെ ദൈവശാസ്ത്രം പറഞ്ഞ് നരകമില്ലെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ സഭയിലെ ചില ഉന്നത സ്ഥാനീയർ പോലും ഈ അടുത്ത കാലത്ത് നരകമൊന്നും കാണിയല്ലായിരിക്കും, ദൈവം കരുണയായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞത് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതല്ല മാർപ്പാപ്പ ഉദ്ദേശിക്കുന്ന, അത്തരത്തിലുള്ള അവിവേകങ്ങൾ പ്രഖ്യാപിക്കുന്നതല്ല കാരുണ്യം.
നരകത്തിലേക്ക് ദൈവം ഒരു തീ കൂട്ടിയിട്ട് മനുഷ്യനെ അതിനകത്തേക്ക് എറിഞ്ഞ് അത് കണ്ട് ആനന്ദിക്കുന്ന ഒരു ദൈവം എന്ന രീതിയിലല്ല നരകത്തെ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ദൈവമേ, നിന്നെ എനിക്ക് വേണ്ട, നീ എനിക്ക് ശല്യമാണ്, നിൻ്റെ അടുത്ത് വരാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, നിന്നെ വേണ്ട എനിക്ക് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യനെ, അവൻ്റെ ആ സ്വാതന്ത്ര്യത്തെ ദൈവം അന്തിമമായി അംഗീകരിക്കുന്നു. അതാണ് അന്ത്യവിധി. അന്തിമമായി അംഗീകരിക്കുമ്പോൾ അവനെന്തായി? ദൈവമില്ലാത്ത നിത്യമായ അവസ്ഥയിൽ എത്തിപ്പെടുന്നു. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിത്യദുരന്തം, നരകമെന്ന് പറയും. അല്ലാണ്ട് നമ്മളതിനെ പലപ്പോഴും കാവ്യാത്മകമായി പറയുന്ന പോലെ പാപം ചെയ്തവൻ്റെ പുണ്യവും പാപവും ദൈവം നോക്കി പാപം കൂടുതൽ, മാലാഖയോട് കയ്യെ കാലെ പിടിച്ച് തീക്കകത്തേക്ക് എറിയാൻ പറയുന്നു. മാലാഖമാർ ചുറ്റും നിന്ന് കൈകൊട്ടിച്ചിരിക്കുമ്പോൾ ദൈവവും ചിരിച്ച് ഒരു നരകത്തിലേക്ക് ഒരു പാപി നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പിതൃഹൃദയം എത്രമേൽ വേദനിക്കുന്നുണ്ട് എന്ന സത്യം തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയുടെ ആഴം നമുക്ക് ശരിക്കും മനസ്സിലാവും. ചില വിശുദ്ധർക്കുണ്ടായ ചില ദർശനങ്ങൾ, അല്ലെങ്കിൽ മാതാവ് നൽകിയ ചില ദർശനങ്ങളിലൊക്കെ ഈ നരകത്തിൻ്റെ ചില ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ടോ? അതിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കണം? നരകം ഭയാനകമാണ്. അത് തീ മാത്രം എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ദൈവം ഇല്ലാത്ത അവസ്ഥ മനുഷ്യന് സങ്കല്പിക്കാനാവാത്ത നഷ്ടമാണ്. ഇപ്പോൾ നമുക്ക് ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവൻ്റെ ജീവിതത്തിലും അദൃശ്യമായ ദൈവപരിപാലനെ തന്നെ അവൻ. അതേസമയം നരകത്തിൽ അതില്ല. ദൈവം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്താണ്? നശിപ്പിക്കാൻ മാത്രം അറിയുന്ന സാത്താൻ്റെ പിടിയിലാണ്. നരകശിക്ഷാവിധി ദൈവത്തിൻ്റെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്നതല്ല. പിശാചിനോടൊത്തു ജീവിച്ച വ്യക്തി, നിത്യമായും ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിച്ച വ്യക്തിക്ക് പൈശാചികതയിൽ അനുഭവപ്പെടുന്ന പീഡനമാണ് നരകമെന്ന് പറയും. പിശാചിനറിയാവുന്ന എന്താണ്? യോഹന്നാൻ ശ്ലീഹ വ്യക്തമായി പറഞ്ഞു, കൊല്ലാൻ, മോഷ്ടിക്കാൻ, നശിപ്പിക്കുക. ഇതാണ് പിശാചിനറിയാവുന്നത്. അവൻ ചെയ്യുന്ന, അവൻ്റെ കയ്യിൽ എത്തിപ്പെട്ടോ അവൻ ഇതിനെ ചെയ്യാവുന്ന മുഴുവൻ ഉപദ്രവം ചെയ്യും. അത് തീക്കാത്തിട്ട് പൊള്ളിക്കുക മാത്രമല്ല, എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ. വാസ്തവത്തിൽ ഈ നരകത്തിൻ്റെ ഈ ഭീകരത അത് സാത്താൻ്റെ ക്രൂരതയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ക്രൂരതയായിട്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നതെന്ന്. ഏത് വിധത്തിലും ആകട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തീർച്ചയായും അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഏതൊരു പാപിയെയും, അനുതപിക്കാത്ത പാപിയെയും കാത്തിരിക്കുന്നത് അപ്രകാരം ഒരവസ്ഥയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും. അപ്പം അത് നമ്മളൊന്ന് ഓർമ്മ വെക്കേണ്ട ഒരു കാര്യമാണ്. സാറ് ഞാൻ അച്ഛനോട് ഒരു സംശയം ചോദിക്കുകയാണ്. ഞാൻ ദൈവശാസ്ത്രത്തിൽ പ്രഗത്ഭനല്ല, പക്ഷെ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷിക്കുന്ന മുഖം സാത്താൻ തന്നെ അങ്ങ് മനുഷ്യനെ എക്സ്പോസ് ചെയ്തു. അങ്ങനെ മനുഷ്യനത് ശിക്ഷിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കി തെറ്റായി ധരിച്ചു വെച്ചു. പക്ഷേ ദൈവം ശിക്ഷിക്കുന്നവനല്ല, ദൈവം രക്ഷിക്കുന്നവനാണ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തി തന്നത് ക്രിസ്തുവാണ് എന്ന് നമ്മൾ പറയുന്നു. ക്രിസ്തുവിൻ്റെ പരമമായ ദൗത്യം ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തി തരികയായിരുന്നു. നിങ്ങൾ എന്നെ അടിച്ചാലും ഇടിച്ചാലും തുപ്പിയാലും കുരിശിലേറ്റിയാലും ഞാൻ നിങ്ങളോട് ക്ഷമിക്കാൻ അറിയുന്ന ഒരു ദൈവമാണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരലായിരുന്നു ക്രിസ്തുവിൻ്റെ പരമമായ ഒരു ദൗത്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുക? ദൈവം എന്ത് ചെയ്താലും നമ്മളെ ശിക്ഷിക്കുന്നവനല്ല, രക്ഷിക്കുന്നവനാണ് എന്ന് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ആ ഒരു പഠനവുമായിരുന്നു എങ്ങനെ പൊരുത്തപ്പെടുത്താൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ നിരീക്ഷണം വളരെ കൃത്യമായുള്ളതാണ്. ദൈവശാസ്ത്രം പഠിച്ച് ഔദ്യോഗികമായി പഠിച്ചില്ലെങ്കിലും സാറ് പറഞ്ഞ ദൈവശാസ്ത്രം ഏറ്റവും ശരിയായ ദൈവശാസ്ത്രം. അതായത് പഴയ നിയമത്തിലെ ദൈവം ശിക്ഷിക്കുന്നവനാണ് ദൈവം ഒരിടത്തും വെളിപ്പെടുത്തിയതല്ല. മറിച്ച് ഒരു ജനത വെളിപാടിനെ സ്വീകരിച്ചത് അങ്ങനെയാണ്. അവരുടെ കാലഘട്ടവും സംസ്കാരവും വെച്ചുകൊണ്ട് ഭീതി, മതങ്ങൾ ആരംഭിക്കുന്നത് പ്രപഞ്ചശക്തികളെക്കുറിച്ചുള്ള ചില ഭയവും ഭീതിയിൽ നിന്നാണ് പ്രാകൃത മതങ്ങളുടെ ഉത്ഭവം എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്രകാരം ഒരു ഭീതിയുടെ അനുഭവമാകാം ദൈവത്തെ ഇപ്രകാരം ചിന്തിക്കുന്നതിന് കാരണം. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള വലിയ ഉൾക്കാഴ്ച, അതായിരിക്കാം ദൈവത്തെ സമീപിക്കുന്നത് വളരെ സൂക്ഷ്മതയോടെ വേണം, വിശുദ്ധിയോടെ വേണം. ദൈവത്തോടുള്ള ആദരവ്
ഈ ആരാധനയുടെ ഭാഗം തന്നെയാണ് വാസ്തവത്തിൽ. ഇപ്പോഴും നമ്മൾ പരിശുദ്ധ കുർബാനയെ സമീപിക്കുമ്പോൾ നമ്മൾ മുട്ടുകുത്തുന്നു, ആ സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിക്കുന്നു, എഴുന്നേറ്റിട്ട് വീണ്ടും ഒരിക്കൽ കൂടി മുട്ടുകുത്തി ആരാധിച്ച് പരിശുദ്ധ കുർബാന എടുക്കുന്നു. അത് ആ പരിശുദ്ധ കുർബാനയിലെ ഈശോ നമ്മളെ ഇപ്പോൾ ശിക്ഷിക്കുമെന്ന് പേടിപ്പിച്ചിട്ടല്ല. പക്ഷേ ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ തോന്നാം, അയ്യോ ഇത് ഈ എടുക്കുന്ന ആ സാധനം എന്തോ ഭയങ്കര പ്രശ്നമുള്ളതാണ്, വേണ്ട രീതി മുട്ടുകുത്തിയില്ല, പുള്ളി അത് ശിക്ഷിക്കാം സാധ്യതയുണ്ട് എന്ന് ഒരുപക്ഷെ ഈ വസ്തുതകൾ അറിയാത്ത ഒരാൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തെന്നിരിക്കും. അപ്രകാരം ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ ആരാധനയിലൂടെ അവർ ഉരുത്തിരിഞ്ഞ ചില കാഴ്ചപ്പാടുകളാകാം ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ അടുക്കാൻ മേലാത്തവൻ എന്ന ഭീതിജന്യമായ ഒരു വിഷയമുണ്ടാക്കിയത്. പക്ഷെ പഴയ നിയമത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയുന്നുണ്ടെന്നുള്ളത് വേറൊരു വശം. ഹോസിയായുടെ പ്രവചനമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ വഴിതെറ്റിപ്പോയ ജനത, അതിനോട് ദൈവം വേശ്യയെപ്പോലെ വഴിതെറ്റിയ ജനത, എന്നിട്ടും ദൈവം അതിനെ സ്വന്തം ഭാര്യയായി സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു വലിയ കാരുണ്യമാണ്. പക്ഷേ സാറ് പറഞ്ഞതുപോലെ ജനതയുടെ ദൈവത്തെക്കുറിച്ചുള്ള അവബോധങ്ങളിൽ പാളിച്ച പറ്റിയപ്പോൾ ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചു വന്ന് കാണിച്ചു തന്നു. ഇതാണ് ഞാൻ, എൻ്റെ പിതാവ് ഇതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് സർവ്വവേദനകളും സഹനങ്ങളും മനുഷ്യൻ കൊടുത്തപ്പോഴും മനുഷ്യനെ ഉപദ്രവിക്കാതെ, കുരിശ് പറിച്ച് മനുഷ്യനെ തിരിച്ചു തല്ലാതെ, ആണി അടിച്ചവനെ തൊഴിച്ച് വീഴിക്കാതെ, അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു പിശാച് ജയിച്ചത്. ഈശോ എങ്ങനെ പിശാചിനെ തോൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഈ സഹനത്തിലൂടെയാണ്. പ്രതികാരം ചെയ്യാത്ത ക്ഷമ, അല്ലെങ്കിൽ കുരിശിൽ വിടർത്തിയ കാരുണ്യം, അതിൻ്റെ മുമ്പിലാണ് പിശാചിൻ്റെ ക്രൂരത തോറ്റുപോയത്. വാസ്തവത്തിൽ രക്ഷാകര പദ്ധതിയെ മുഴുവനും വിശദീകരിക്കുന്ന സത്യം ഏത് എന്ന് ചോദിച്ചാൽ കുരിശിലെ കാരുണ്യമാണ്. ഈ പിശാച് വിചാരിച്ചു കുറേ അങ്ങ് പീഡിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൻ സർവ്വതും മറന്ന് ഈ പീഡിപ്പിച്ചവന്മാരെല്ലാം അടിച്ച് നിരപ്പാക്കിയിട്ട് സിനിമയിലെ നായകൻ്റെ മട്ടിൽ എഴുന്നേറ്റ് വരും എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ പിശാചിന് തോറ്റുപോയി. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് ആർക്കും മാറ്റം വരുത്താൻ പറ്റിയല്ല എന്ന് കുരിശിൽ ഈശോ കാണിച്ചു തരും. ഒരു വശത്ത് പാപത്തിൻ്റെ ഭീകരതയാണത്, മറുവശത്ത് അത് കാരുണ്യത്തിൻ്റെ പൂർണ്ണതയുമാണ്. അപ്പോൾ നീതിയും കരുണയും ഒരുപോലെ കുരിശിൻ്റെ രണ്ട് തണ്ട് പോലെയാണ് നീതിയും കരുണയും നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചു. അതായത് ഈ തിരിച്ചൊഴുക്കാൻ പറ്റാത്തവരിലേക്ക് ഒഴുക്കുന്ന ഒരു സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെ അഗാപ്പെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് മനുഷ്യൻ കാരുണ്യത്തിൻ്റെ മുഖമായി കാണിക്കുന്നതെന്ന് പറയുന്നു. എനിക്കൊരു പ്രതിഫലവും കിട്ടില്ല, പക്ഷേ ഞാൻ ആ മകനെ അല്ലെങ്കിൽ ആ മകളെ ശുശ്രൂഷിക്കുന്നു, അവർക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്തു കൊടുക്കുന്നു. സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു പക്ഷേ മാതാപിതാക്കൾ പോലും ഉപേക്ഷിച്ച മക്കളെ മദർ തെരേസ എടുക്കുമ്പോൾ കാണുന്ന ആ കാരുണ്യത്തിൻ്റെ മുഖം, ക്രിസ്തുവിൻ്റെ മുഖം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖം. അപ്പോൾ തിരിച്ചൊഴുക്കാൻ പറ്റാത്തവരിലേക്ക് പോലും ഒഴുക്കുന്ന ഈ കാരുണ്യത്തിൻ്റെ മുഖത്തിൻ്റെ മുമ്പിൽ അച്ഛൻ സൂചിപ്പിച്ച നീതി എവിടെ നിൽക്കുമെന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. വാസ്തവത്തിൽ മദർ തെരേസ തന്നെ അതിൻ്റെ വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുക്കുന്നത് എൻ്റെ ദിവ്യമണവാളനായ ക്രിസ്തുവിനെയാണ്. അതായത് ഈ പാവപ്പെട്ട മനുഷ്യൻ ചേരി കിടക്കുന്ന അനാഥ കൊച്ച് എനിക്ക് വെറുതെ ഒരു ജീവകാരുണ്യ പ്രവർത്തിക്കുള്ള ഒരു ഉപാധിയല്ല, ഞാൻ ക്രിസ്തുവിനെയാണ് ശുശ്രൂഷിക്കുന്നത്. വാസ്തവത്തിൽ മദർ തെരേസ പറഞ്ഞതിന് അപ്പുറത്തൊരു ഉത്തരവ് അതിനില്ല. ഈ സഭ എന്ന് നമ്മൾ പൗലോസ്ലിഹ സഭയെ നിർവഹിച്ചത് എങ്ങനെയാണ്? സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതായത് ഈ വേദനിക്കുന്ന ഓരോ മനുഷ്യനും ഈശോ മിശിഹായോളം മൂല്യമുള്ളവനാണ്. അവനെ ശുശ്രൂഷിക്കുമ്പോൾ ഈശോയെ തന്നെ ശുശ്രൂഷിക്കുന്നു. സാവൂളെ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നുവെന്ന് അശരീരി വാക്യം ദമാസ്കസിൽ വെച്ച് കേട്ടു. അതായത് സഭ ക്രിസ്തു തന്നെയാണെന്ന് പൗലോസിന് ബോധ്യം കിട്ടിയത് ഇതാണ്. സഭയിലെ ഒരംഗം വേദന അനുഭവിക്കുമ്പോൾ വേദനിക്കുന്ന ഈശോ തന്നെയാണ്. അതിൽ നിന്നാണ് പൗലോസ് ആശയം കൊണ്ടുവന്നത് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന്. അതേ സത്യമാണ് മദർ തെരേസായും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവൃത്തിയെ മറ്റ് മതസ്ഥർ ചെയ്യുന്ന ഒരു പരോപകാര പ്രവൃത്തിയെ പോലെയോ അല്ലെ നിരീശ്വരവാദികൾ ചെയ്യുന്ന പരോപകാര പ്രവൃത്തിയെ പോലെ അല്ല നമുക്കത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം
അവനിൽ നിന്ന് എന്തെല്ലാം തിക്താനുഭവങ്ങളോ തിരിച്ചടികളോ ഉണ്ടാകുമ്പോഴും നമ്മൾ അവനെ ശുശ്രൂഷിക്കുന്നത് സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും ദൈവം നമുക്ക് തരാതിരിക്കുമ്പോഴും ദൈവത്തെ നമ്മൾ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ മനസ്സാണ് മദർ തെരേസ കാണിച്ചത്. അതിനപ്പുറത്ത് അതിനൊരു വ്യാഖ്യാനം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ നീതി, നീതികേട്, കാരുണ്യം എന്നിവയെല്ലാം ഉണ്ട്. മിക്സഡായിട്ട് ഒരേ ആൾ തന്നെ ചിലപ്പോൾ നീതികേട് കാണിക്കും, ചിലപ്പോൾ നീതി കാണിക്കും, ചിലപ്പോൾ നീതി നിഷേധിക്കും. സമൂഹവും സ്ഥാപനവും വ്യക്തികളും ഒക്കെ ഉണ്ട്. ഈവൻ കുടുംബങ്ങളിൽ നീതി നിഷേധമുണ്ട്. എത്രയോ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കടുത്ത നീതി നിഷേധങ്ങളുണ്ട്. മക്കളോട് കാണിക്കുന്നു, പ്രായം ചെന്നവരോട്, രോഗികളോട്. പിന്നെ നമ്മുടെ ഓഫീസുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാറിനൊക്കെ അറിയാം, പല അധ്യാപകരും കുട്ടികളോട് പോലും നീതി കാണിക്കുന്നില്ല. പരീക്ഷ പേപ്പർ നോക്കുന്നിടത്ത് നീതി കാണിക്കുന്നില്ല. ഉദ്യോഗസ്ഥർ പലപ്പോഴും അവിടുത്തെ വരുന്നവരോട് നീതി കാണിക്കുന്നില്ല. അങ്ങനെ പല മേഖലകളിലുണ്ട്. അതേസമയം നീതി കാണിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ അറിയാൻ വായിക്കുന്നുണ്ട്. പ്രതികരിച്ചാൽ അതായത് നീതി സമൂഹത്തിലും ഇതേ മാനദണ്ഡം തന്നെ നമ്മൾ മനസ്സിലാക്കണം. നീതി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഉള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്, എല്ലാവർക്കും തുല്യത, അല്ലെങ്കിൽ നിയമം പറയുന്നത് പോലെയുള്ള നീതി. നിയമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് സത്യം. ഒരു കൊച്ചിന്, ഒരു വികലാംഗനായ ഒരു കുഞ്ഞൊരമ്മയ്ക്കുണ്ട്, അതിൻ്റെ 2 കൈയും തളർന്നിരിക്കുന്ന കൊച്ചാണ്. ആ കൊച്ചിന് അമ്മ എല്ലാവർക്കും വിളമ്പി വെക്കുന്നത് പോലെ വിളമ്പി വെച്ച് വേണേൽ തിന്നേച്ച് പോടാ എന്ന് പറഞ്ഞാൽ അതിന് തിന്നത്തില്ല. ബാക്കി പിള്ളേർക്ക് വിളമ്പി കൊടുത്താൽ അവർ തിന്നേച്ച് പോക്കോളും. ഈ കൊച്ചിനെ അമ്മ ഒരുപാട് സമയമെടുത്ത് ചോറ് ഉരുട്ടി അതിൻ്റെ വായി വെച്ച് കൊടുത്ത്, ചിലപ്പോൾ അതിന് ചവയ്ക്കാൻ ശേഷിയില്ലെങ്കിൽ അതിനെ പീച്ചി ആ കൊച്ചിന് വേണ്ടി അമ്മ എന്തെല്ലാം സേവനങ്ങൾ ചെയ്യും. വാസ്തവത്തിൽ അതാണ് നീതി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ ചെയ്തു കൊടുക്കുന്ന അല്ല നീതി എന്ന് പറയുന്നത്. ദൈവനീതി എന്ന് പറയുന്നത് ഒരുവൻ എന്തർഹിക്കുന്നു അത് അവന് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോഴാണ് ആ ദൈവിക നീതിയിൽ മനുഷ്യന് പങ്കാളിത്തം ലഭിക്കുന്നത് എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് നിയമം അനുസരിച്ച് എൻ്റെ അയൽവക്കംകാരനെ എനിക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. വാസ്തവത്തിൽ നമ്മൾ നീതിയും കാരുണ്യവും തമ്മിൽ വേർതിരിക്കുന്നത് പലപ്പോഴും ഈ നൈയാമിക നീതിയുടെ പേരിലാണ്. അതിനെയാണ് മാർപ്പാപ്പ എതിർക്കുന്നത്. നമുക്കറിയാം, പ്ലേറ്റോയുടെ കാലം മുതൽ ഉള്ള ചിന്തയാണ്. പിന്നീട് അഗസ്റ്റിൻ്റെ കാലത്താണ് ഇതിനെ ക്രിസ്തീയ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു നിയമം ഉണ്ടാകുമ്പോൾ തന്നെ നിയമത്തിൽ ചില എക്സെപ്ഷൻസ് ആവശ്യമുണ്ട് എന്ന് പറയുന്ന പ്ലേറ്റോണിക് ചിന്താഗതിയുണ്ട്. എപ്പിക്കെയ്യ എന്നൊക്കെ പറയുന്ന ചില ചിന്താഗതികൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളനാണ് അതിനെ എടുത്ത് കരുണ എന്നുള്ളൊരാശയമാക്കി ക്രിസ്തീയ പുണ്യമായിട്ട് കൊണ്ടുവരുന്നത്. അഗസ്തീനോസ് പറയുന്നത്, എനിക്ക് മറ്റൊരുത്തനോട് കരുണ തോന്നുന്ന എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അത് എനിക്ക് അവനോട് കരുണ കാണിക്കണമെന്ന് ഒരു താല്പര്യവും ഇല്ല. മറിച്ച് എനിക്ക് ഒരുവൻ്റെ സങ്കടം കാണുമ്പോൾ എനിക്ക് അവനോട് വല്ലാത്ത എന്തോ ഒരു വികാരം തോന്നുന്നു, അവനെ സഹായിക്കാൻ തോന്നും. ഒരുവൻ വന്ന് എൻ്റെ മുമ്പിൽ ഭിക്ഷ യാചിച്ച് നിൽക്കുന്നു, എൻ്റെ കയ്യിൽ ആകെ 5 രൂപയേ ഉള്ളൂ, അവന് ഭക്ഷണം കഴിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 5 രൂപ എടുത്ത് കൊടുത്തേച്ച് ഞാൻ ബസ്സേ കയറാതെ ചിലപ്പം നടന്നു പോയെന്നിരിക്കും. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞു, അത് ദൈവം ഉള്ളതുകൊണ്ട്. ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായ അഗസ്റ്റിൻ പറയുന്നത്, എനിക്ക് അപരൻ്റെ സങ്കടം കാണുമ്പോൾ കാണാതെ പോകാൻ മേലാത്ത ഒരു അവസ്ഥയിൽ ഞാൻ എത്തുന്നു. കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം എന്നെ അതിനെ അവഗണിച്ച് പോകാൻ സമ്മതിക്കുന്നില്ല. വാസ്തവത്തിൽ കാരുണ്യത്തെ ദൈവാസ്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് അഗസ്തീനോസ് പുണ്യാളനെ അവതരിപ്പിക്കുക. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒത്തിരി നീതി നിഷേധങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു മേഖല ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണ്. വധുവിൻ്റെ പേരിൽ എല്ലാവിധത്തിലും സഹിക്കുന്ന നഷ്ടങ്ങൾ മാത്രമുള്ള വ്യക്തികളുണ്ട്. ഈ നമ്മുടെ ഈ ജീവിത പങ്കാളികളൊക്കെ കുറച്ചുകൂടെ മനസ്സ് വെച്ച് എത്രയോ കുടുംബങ്ങളിൽ എത്രയോ കണ്ണുനീര് കുറയും. അതുപോലെ പ്രായം ചെന്ന ആളുകളോട്, അല്ലെങ്കിൽ ചില മക്കൾ മാതാപിതാക്കളോട് പെരുമാറുന്നത് സാറിന് എന്ത് തോന്നുന്നു ഈ സമൂഹത്തിൻ്റെ ഒരു പുതിയ പൾസ് വെച്ചിട്ട്? ഞാനതിനെ കാണുന്നത് മാനുഷിക നീതിയും ദൈവിക നീതിയും മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ രണ്ടാണ്. അർഹതപ്പെട്ടവൻ അർഹതപ്പെട്ടത് കൊടുക്കുന്നു എന്നുള്ള മട്ടിൽ നമ്മൾ മാനുഷിക നീതി കാണുന്നു. ദൈവം അർഹതപ്പെടാത്തവനോടുകൂടി
അവന് കൊടുക്കേണ്ടത് കൊടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളി എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരു ആധ്യാത്മികത എൻ്റെതെങ്കിൽ അവൾ അത്രയും ചെയ്തു, എനിക്കിത് മതി, ഇവൾക്കിത് മതി എന്നുള്ളത്. അതുപോലും ചെയ്യുന്നില്ല. ഓ ഒരാൾ ഇങ്ങോട്ട് നീതി നിഷേധിച്ചിട്ട് ഞാൻ അതുപോലെ അങ്ങോട്ട് ചെയ്യല്ല. തീർച്ചയായിട്ടും ഞാൻ നല്ലത് ചെയ്തിട്ടും എനിക്ക് ഇങ്ങോട്ട് നീതി കിട്ടുന്നില്ല. എനിക്കോട്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. തീർച്ചയായിട്ടും അത് അനീതിയാണ്. ശരിക്കും നീതി എന്ന് വിളിക്കാമെന്ന് എനിക്ക് അറിഞ്ഞു. അനീതിയാണ് നീതി നിഷേധം. അത് വളരെ വ്യാപകമല്ലേ? തീർച്ചയായിട്ടും ഈ സമൂഹത്തിൻ്റെ ഒരു കാതലായ പ്രശ്നവും അത് തന്നെയാണ്. ഓഫീസിൽ മേലധികാരിയും കീഴ്ജീവനക്കാരും തമ്മിലുള്ള ബന്ധങ്ങളിൽ, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കൾ ഒരുപക്ഷെ സ്വത്ത് ഷെയർ ചെയ്യുന്നതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവിടെയെല്ലാം അനീതി കാണുന്നു. സമൂഹത്തിൽ പ്രത്യേകിച്ച് തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നതിന് അനീതി കാണുന്നു. ഒരു ദൈവിക നീതിയെക്കുറിച്ചൊരു കാഴ്ചപ്പാടും ദൈവസന്നിധിയിൽ ഒരു ശക്തമായ ആശ്രയം ഇല്ലെങ്കിൽ അവൻ അവിടെ തകർന്നു പോകും. ആ ഒരവസ്ഥ തീർച്ചയായിട്ടും കുടുംബങ്ങളെ നിലനിൽക്കുന്നുണ്ട്, സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബലിയാടാകുന്നത് സ്ത്രീകളായിരിക്കും. ആയിരിക്കാം. ചില കുടുംബങ്ങളിൽ തിരിച്ചുകൊണ്ട് അതെയോ. പക്ഷേ എന്തു തന്നെയായിരുന്നാലും എനിക്ക് തോന്നുന്നത് ഒരു നീതിയുടെ സാധാരണ പറഞ്ഞു കേൾക്കുന്ന നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. നിയമം ശരിക്കും നീതിയുടെ വഴിക്ക് പോവുകയാണെങ്കിൽ, നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതിനപ്പുറത്ത് നീതിയുടെ വഴിക്ക് പോവുകയാണെങ്കിൽ, അതും ദൈവിക നീതിയുടെ വഴിക്ക് പോവുകയാണെങ്കിൽ ഈ പല പ്രശ്നങ്ങളും ഒഴിവാക്കാം. കോടതികളിൽ പോകുന്നു, നീതി ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പല കോടതി വിധികളും പലപ്പോഴും നീതി ലഭ്യമാകുന്നുണ്ടാകില്ല. നിയമത്തിൻ്റെ വഴിയിൽ അത് ശരിയായിരിക്കും. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നു. ഇത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത് കാണുന്നുണ്ട്. മാനുഷിക നിയമങ്ങളുടെ ഒരു പരിമിതിയായിട്ടാണ് എനിക്കിതിനെ പലപ്പോഴും കാണാൻ കഴിയുന്നത്. അത് ദൈവിക നിയമങ്ങളുടെ ഒരു പരിധിയില്ലാത്ത ഒരവസ്ഥയും മാനുഷിക നിയമങ്ങളുടെ ഒരു പരിമിതിയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും സ്ഥാപനങ്ങളിലായാലും ഒക്കെ എനിക്ക് നീതി കിട്ടുന്നില്ല, എനിക്ക് എന്നോട് അനീതി കാണിക്കുന്നു എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ മറ്റുള്ളവരോട് ഇതേ അനീതി പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കുടുംബ ബന്ധത്തിൽ അധികം അങ്ങനെ അല്ല, വൺ സൈഡഡാണ് പലപ്പോഴും. ഒരു പുരുഷാധിപത്യ സംസ്കാരമാണ് നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളത്. അത് ക്രിസ്ത്യാനികളുടെ ഇടയിലാണെങ്കിലും മുസ്ലിങ്ങളുടെയും ഹൈന്ദവരുടെ ഇടയിലെല്ലാം ഒരു പുരുഷാധിപത്യ സംസ്കാരം ശക്തിപ്പെട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ആത്മീയതയേക്കാൾ ഉപരി കുറേ കൂടി സാംസ്കാരികതയിൽ വരേണ്ട മാറ്റമാണ്. സ്ത്രീ പുരുഷന് തുല്യം അവകാശമുള്ളവളാണ്, മഹത്വമുള്ളവളാണ് എന്നുള്ളൊരു ബോധവൽക്കരണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതൽ കൊടുക്കുക. നമ്മുടെ വീടുകളിൽ പെങ്കൊച്ചുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല, അവർക്കെല്ലാ സാമൂഹിക വശങ്ങളും നിഷേധിക്കപ്പെടുന്നു, ആൺപിള്ളേരെ കയറൂരി വിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു വ്യത്യാസം തുടക്കം മുതലേ മാറ്റിയെടുത്തുകൊണ്ട് വന്നെങ്കിൽ ഇത്തരത്തിലുള്ള സാംസ്കാരികമായ ആധിപത്യങ്ങൾ, ഈ ലിംഗാധിപത്യങ്ങൾ വാസ്തവത്തിൽ അത് ആധ്യാത്മിക വിഷയത്തെക്കാളുപരി ആത്യന്തികമായി അത് ശരിയായ പരിശീലനം സ്കൂൾ തലം മുതലേ കൊടുത്തെങ്കിലേ അതിനെ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ അതിന് ഒരു നെഗറ്റീവ് സൈഡും ഇല്ലേ അച്ഛൻ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം കൂടി വരുന്നൊരു സാഹചര്യം പല സമൂഹത്തിൽ നമുക്ക് കാണുന്നതാണ്. അതായത് വസ്ത്രധാരണത്തിലായാലും പെരുമാറ്റത്തിലായാലും ഒക്കെ സ്ത്രീ പുരുഷനെ പോലെ ആകാൻ ശ്രമിക്കുന്നു. അതൊരു സമൂഹത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്നതാണോ ആ തരത്തിൽ? വസ്ത്രധാരണം അങ്ങനെയുള്ള ചില ഒരു അതിപ്രസരങ്ങൾ ചില മേഖലയിലുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും സ്ത്രീ സ്വാതന്ത്ര്യം നമ്മുടെ ഒന്നും നാട്ടിൽ കൂടുതൽ പോയിട്ട് പുരുഷൻ്റെ 100-1 പോലും സ്വാതന്ത്ര്യം സ്ത്രീക്കില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. അവിടെ ഇവിടെയും വല്ലോ ജീൻസ് ഇട്ടതിനെയോ എൻ്റെ പേരിൽ നമ്മൾ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. പിന്നെ പുരുഷൻ്റെ മാത്രം വസ്ത്രമാണിത് എന്നുള്ളത്, മാന്യമായ ഏത് വസ്ത്രം ധരിക്കാൻ സ്ത്രീക്കും അവകാശമുണ്ട് എന്ന രീതിയിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയാൽ ആ പ്രശ്നം തീരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ കാരുണ്യത്തിൻ്റെ മുമ്പിൽ, നീതിക്ക് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് കൂടുതൽ കരുണയുള്ളവരും നീതിയുള്ളവരും നീതിക്ക് അപ്പുറത്തേക്ക് കടന്ന് നന്മ ചെയ്യുന്നവരുമൊക്കെ ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് നീതി മാത്രം കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുപക്ഷെ നശിച്ച മുഖമായിരുന്നു. കർത്താവിൻ്റെ ഈ പാപങ്ങളെല്ലാം ഓർത്തിരുന്നാൽ ആര് രക്ഷ പ്രാപിക്കുമെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവിടുന്ന് നീതിയേക്കാൾ വലിയ കാരുണ്യം കാണിച്ചുകൊണ്ടാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഞങ്ങൾ അങ്ങയെ തള്ളിപ്പറയുമ്പോൾ പോലും അവിടുന്ന് ഞങ്ങളെ ശിക്ഷിക്കാതെ വീണ്ടും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇതിനെല്ലാം നന്ദി പറയുന്നതിനോടൊപ്പം
ഇതിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു പ്രചോദനം കിട്ടട്ടെ. ഞങ്ങൾ മറ്റുള്ളവരോട് കൂടുതൽ കരുണയുള്ളവരായിരിക്കട്ടെ. നീതി ചെയ്യുകയും നീതിക്കപ്പുറത്ത് കടന്ന് കരുണ കാണിക്കുകയും ചെയ്യുന്ന നല്ല നാളേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.